റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പുറത്തുപോയ നികേഷ് കുമാർ ചാനൽ മേധാവി നികേഷ് കുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത് മാധ്യമ പ്രവർത്തന ലോകത്തേക്ക് ഇനിയില്ല എന്നാണ്. അദ്ദേഹം മാധ്യമ പ്രവർത്തനം മതിയാക്കുന്നു എന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും ഇനിയുള്ള ജീവിതം മാറ്റിവെക്കുന്നു എന്നാണ്. നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എല്ലാവർക്കും അറിയാം. 2016 അഴീക്കോട് CPM സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ഷാജിയോട് അദ്ദേഹം നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. ഇടതുപക്ഷ ട്രെൻഡുണ്ടായിട്ടും അഴീക്കോട് നികേഷ് കുമാർ പരാജയപ്പെട്ടത് CPMനെ ഞെട്ടിച്ചതും യാഥാർത്ഥ്യം. ഇത്തവണ വീണ്ടും CPMലേക്ക് പോവുകയാണ് നികേഷ് കുമാർ. അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം അദ്ദേഹം വീണ്ടും റിപ്പോർട്ടർ ചാനലിൽ സജീവമായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വിട്ടിറങ്ങുന്ന അദ്ദേഹത്തിന് എന്ത് ചുമതലയാണ് CPM നൽകുക എന്ന ചോദ്യം ബാക്കിയാകുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPMന് വേണ്ടി നികേഷ് കുമാർ മത്സരിക്കും എന്ന സൂചന ശക്തമാണ്. AV ഗോപിനാഥ്, കോൺഗ്രസിൽ നിന്ന് CPMലെത്തിയ AV ഗോപിനാഥ് പാലക്കാട് നിന്ന് മത്സരിക്കണം എന്നായിരുന്നു CPM നേതാക്കളുടെ ആഗ്രഹം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ മത്സരരംഗത്തേക്കില്ലെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സയിലാണ്, അതുകൊണ്ട് തന്നെ മത്സരിക്കാനുള്ള ആരോഗ്യം തനിക്കില്ലെന്നും അതുകൊണ്ട് മത്സരരംഗത്തേക്ക് താനില്ലെന്നുമാണ് അദ്ദേഹം CPMനെ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാലക്കാട് മുഖം രക്ഷിക്കാൻ അല്ലെങ്കിൽ മുഖം മിനുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി വേണം CPMന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നു പാലക്കാട്. അത് വലിയ തിരിച്ചടിയായി CPMന് മാറി. ഇത്തവണ പാലക്കാട് ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നതാണ് CPMന്റെ ലക്ഷ്യം. പാലക്കാട് BJP വലിയ ശക്തിയാണ്. മാത്രമല്ല BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് സ്ഥാനാർത്ഥി എന്ന സൂചനയുമുണ്ട്. ഈ സാഹചര്യത്തിൽ പാലക്കാട് നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാൻ CPM തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് സൂചന. പാലക്കാട് നിന്ന് നികേഷ് കുമാറിനെ മത്സരിപ്പിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ നികേഷ് കുമാറിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും മാധ്യമപ്രവർത്തകൻ എന്നുള്ള ഇമേജ് അദ്ദേഹത്തിന് സഹായമാകുമെന്നും CPM കരുതുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും ശ്രദ്ധേയമാണ്. MV രാഘവന്റെ മകനാണ് MV നികേഷ് കുമാർ. അതുകൊണ്ട് UDF പ്രവർത്തകരുടെ കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ നികേഷിന് കഴിയുമെന്നും അങ്ങനെ വന്നാൽ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തികഞ്ഞ പരാജയം മറികടക്കാനാകുമെന്നും വിജയത്തിലെത്താനാകുമെന്നും ഒക്കെ CPM പ്രതീക്ഷിക്കുന്നു. പാലക്കാട് നിന്ന് നികേഷ് തോറ്റാലും നികേഷിനെ തേടി മറ്റൊരു ചുമതലയുണ്ട്. മാധ്യമപ്രവർത്തകനായ നികേഷിന് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി മാറാൻ സാധിക്കും. മാധ്യമങ്ങളും CPMും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുന്നു. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെടുന്നു എന്ന ആരോപണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കൊല്ലം ജില്ലാ കമ്മിറ്റിയും ശക്തമായി ഉയർത്തി. പിണറായി വിജയനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ജില്ലാ കമ്മിറ്റികളുടെ യോഗങ്ങളിൽ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ ഏകോപിപ്പിക്കുന്ന മാധ്യമ ഉപദേഷ്ടാവായി നികേഷ് കുമാർ നിയമിക്കപ്പെടും. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പുറത്തിറങ്ങിയ നികേഷ് കുമാറിന് ലോട്ടറിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ പാരമ്പര്യമാണ് അദ്ദേഹത്തിന് എക്കാലവും ഉള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് MV രാഘവൻ ഒരു കാലത്ത് CPMന്റെ ഗർജിക്കുന്ന സിംഹമായിരുന്നു. CPMൽ നിന്ന് പുറത്തുപോയി അദ്ദേഹം CMB രൂപീകരിച്ചു. CMB രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നു CPM പ്രവർത്തകരിൽ നിന്ന്. പക്ഷേ അദ്ദേഹം തന്റെ ശക്തി കൊണ്ട്, തന്റെ മനസ്സിന്റെ ബലം കൊണ്ട് CPMന്റെ ആക്രമണങ്ങളെയും തന്ത്രങ്ങളെയും ഒക്കെ അതിജീവിച്ചു. ആ MV രാഘവന്റെ മകൻ തന്നെ അഴീക്കോട് CPM സ്ഥാനാർത്ഥിയായി എത്തി എന്നുള്ളത് വൈരുദ്ധ്യം. എന്തായാലും പാലക്കാട് പിടിക്കാൻ CPM നികേഷ് കുമാറിനെ നിയോഗിച്ചേക്കും എന്നാണ് സൂചന.